നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമുക്കൊരു സംശയം തോന്നി, അത് സന്ധ്യ വിളിച്ച് ക്ലിയർ ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. ഞാനും അതാ പറയുന്നേ. അതിനു മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊരു കാര്യം പറയാം, അർച്ചന ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. എപ്പോഴും നല്ല ധൈര്യത്തിൽ ആകാശം ഇടിഞ്ഞു വീണാലും സാരമില്ല എന്ന മനോഭാവത്തിലുള്ള ആ പ്രസരിപ്പുള്ള അർച്ചനയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടവും. ഈ ചെറിയ കാര്യത്തിന് എന്റെ ഈ അഭിപ്രായം മാറ്റിക്കരുത്. ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ആ സന്തോഷം നമ്മൾ ആഘോഷമാണ്. പോരെ അർച്ചനെ? അതാണ്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ നന്ദേട്ടാ. ഇപ്പൊ എല്ലാവരുടെയും മുഖത്തുള്ള ഈ സമാധാനം കളയുന്ന എന്തെങ്കിലും ആണെങ്കിൽ നീ പറയണ്ട. ഒന്നാമത് നിനക്ക് എപ്പോ എന്ത് എവിടെ പറയണമെന്ന് ചില നേരത്ത് അറിയത്തില്ല. അതുകൊണ്ടാ ഞാൻ നല്ലൊരു കാര്യം പറയാനാ വന്നത്. എന്താ പറ? അത് മറ്റൊന്നുമല്ല, സച്ചിയുടെ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും നാളായില്ലേ. ഇതുവരെ അർച്ചന ഗർഭിണിയാവാത്തതുകൊണ്ട് സച്ചി അർച്ചനയും ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റെങ്ങും പോണ്ടല്ലോ, സന്ധ്യയുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ചെക്കപ്പ് നടത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇന്ന് എന്റെ ഭാര്യ പറയുന്ന രണ്ടാമത്തെ ഗുണമുള്ള കാര്യം. സച്ചി, അത് നല്ലതാ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോ. എന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ മിടുക്കിയായ ഒരു ഡോക്ടറല്ലേ നമുക്ക്. എല്ലാ സന്ധ്യ നോക്കിക്കോളൂ, അല്ലേ ഡോക്ടർ? അതെ അതെ. ഉടനെ ഒരു ദിവസം സച്ചി അർച്ചനയും അങ്ങോട്ട് വരും മോളെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. പേഷ്യൻസ് വെയിറ്റിംഗ്. ശരി ശരി. സന്ധ്യ, അർച്ചന ഗർഭിണിയല്ലാത്തതിന് അവരൊക്കെ വിഷമിക്കുന്നത് മനസ്സിലാക്കാം. അത് നോക്കാൻ വന്ന ഡോക്ടർ എന്തിനാ ഇത്രയും വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ അർച്ചനേക്കാളും വിഷമം നിനക്കാണല്ലോ. ഇത്രയ്ക്കും തരംതാണ് കളി കളിക്കാൻ നിന്നെ കൊണ്ടേ പറ്റുമോ അവന്തികെ? എന്നാലും ഇത് ഇത്തിരി കടന്നുപോയി. നീയൊക്കെ എന്നെ കൊണ്ട് കളിപ്പിച്ചതല്ലേ ഇത്? നീയും അർച്ചന എന്ത് കരുതി? എന്നെ ഈ മതിൽക്കെട്ടിനകത്ത് തളച്ചിട്ടാ ഞാൻ ഇവിടെ കുടുംബിനിയായിട്ട് കഴിഞ്ഞോളുന്നോ? നിനക്കൊക്കെയുള്ള പണി ഈ വീടിനകത്തിട്ട് തരാൻ അവന്തികയ്ക്ക് മിടുക്കുള്ളപ്പോ ഞാനെന്തിനു പുറത്തു പോന്നേ? ഇതോടെ എല്ലാം തീർന്നു എന്നാണോ നീ കരുതുന്നേ? ഇപ്പൊ അകത്ത് കണ്ടതേ ട്രെയിലർ മാത്ര. മുഴുവൻ പടം ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോ നെല്ലിശ്ശേരി വീടിനകം ഒരു മരണ വീട് പോലെയാവും. നിന്നെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും. അവന്തികയെ പൂട്ടാൻ നീ അർച്ചനയ്ക്ക് ഉപദേശം കൊടുക്കുന്ന നിന്റെ ആ നാവുണ്ടല്ലോ, അതുകൊണ്ട് നീ തന്നെ പറയും അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടാവില്ലാന്ന്. ഈശ്വരന് പോലും തിരുത്താൻ കഴിയാത്ത ആ സത്യം കേട്ട് ഇവിടുത്തെ ഓരോരുത്തരും തകർന്നു നിൽക്കുന്നത് എനിക്ക് കാണണം. അർച്ചനയുടെ ഇനി ഒരിക്കലും തോരാത്ത കണ്ണീരാ നാട് വിട്ടുപോയ എന്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവന്നതിന്റെ സന്തോഷത്തിൽ
ഭാര്യയായ ഞാൻ അർച്ചനയ്ക്ക് കൊടുക്കാൻ പോകുന്ന പാരിതോഷികം. നിനക്കുള്ളത് വഴിയേ. പണി ഞാൻ തരുന്നുണ്ട് സന്ധ്യ ഡോക്ടറെ. ഇവിടെ എല്ലാവരും അർച്ചന ഉൾപ്പെടെ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ എന്നാ ശരി മോളെ. ഞാൻ നിന്നോട് പറഞ്ഞില്ല കമലേ, അമിതമായി നീ ഈ കാര്യത്തിന് പ്രതീക്ഷ കൊടുക്കണ്ടെന്ന്. എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് കൊടുക്കില്ല പലപ്പോഴും ഈശ്വരൻ. ഇങ്ങനൊരു കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് കരുതി പ്രാർത്ഥനയായിട്ട് ജീവിച്ചവരല്ലേ മാഷെ നമ്മള്. മീര വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ അങ്ങ് ആഗ്രഹിച്ചു പോയെന്നേ ഉള്ളൂ. ഒരു പ്രതീക്ഷ തന്നിട്ട് തിരിച്ചെടുത്തപ്പോ വല്ലാത്തൊരു വിഷമം. ആ ചിലപ്പോ ഇതൊക്കെ ഈശ്വരന്റെ ഒരു പരീക്ഷണമായിരിക്കും. എന്നാലും എന്റെ മോള് ഒരു നിമിഷത്തേക്കെങ്കിലും അവളൊരു അമ്മയാൻ പോവാണെന്ന് അവൾ സന്തോഷിച്ച് കാണില്ലേ മാഷെ? എല്ലാ സന്തോഷവും കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ അവക്ക് കിട്ടാതെ പോയത് എന്റെ ഈശ്വര. കമലേ, ഇതിന്റെ പേരിൽ കുറെ കണ്ണുനീര് കുടിച്ചതാ ഞാനും നീയും. ജീവിതാവസാനം വരെ അതും മനസ്സിലിട്ട് ജീവിച്ചാ മതി. അതോർത്ത് വീണ്ടും വീണ്ടും കരയാനുള്ള സാഹചര്യം നമ്മളായിട്ടുണ്ടാക്കണ്ട. എന്തായാലും നമ്മൾ പേടിച്ചതുപോലും സംഭവിച്ചില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. നമ്മുടെ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ തന്നെ നോക്കിക്കോളും കമലേ. നീ വിഷമിക്കാതിരിക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.